ടിക്കറ്റ് ഏജന്റായി കരിയർ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്ന് പടുത്തുയർത്തിയ നരേഷ് ഗോയലിന്റെ ലൈഫ് ഏതൊരു ഓൺട്രപ്രണറും ശ്രദ്ധയോടെ കാണേണ്ടതാണ്. വളർച്ചയും തളർച്ചയും പാഠമാണ്. ഇന്ത്യയിലെ ആദ്യ 100 സമ്പന്നരിലൊരാളായിരുന്ന ഗോയൽ എന്ന വ്യോമയാന ബിസിനസ്സുകാരനെ ജെറ്റ് എയർവേസിലെ രാജിയോടെ തള്ളിക്കളയാനാകില്ലെങ്കിലും ജെറ്റിന്റെ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. ഭക്ഷണത്തിന് പോലും വകയില്ലാതിരുന്ന കാലത്താണ് നരേഷ് ഗോയലിന്റെ കുടുംബം പാട്യാലയിൽ നിന്ന് ഡൽഹിയിലെത്തുന്നത്. 1967 അത്. അന്ന് ഗോയലിന് വയസ്സ് 18. 300 രൂപ മാസവരുമാനത്തിൽ കൊണാട്ട് പ്ലേസിൽ അമ്മാവന്റെ ട്രാവൽ ഏജൻസിയിൽ ഗോയൽ ജോലിക്ക് ചേർന്നു. അവിടെ വെച്ച് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സൗഹൃദങ്ങൾ സമ്പാദിച്ചു, പ്രത്യേകിച്ച് വിദേശ എയർലൈനുകളുമായി. 1973 ജെറ്റ് എയർ എന്ന പേരിൽ സ്വന്തമായി ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി. ട്രാവൽ ഏജൻസിക്ക് എയർലൈൻ എന്ന പേര് നൽകിയതിന് എയർലൈൻ ഓഫീസുകളിലെ ആളുകൾ ഗോയലിനെ പരിഹസിക്കുക പതിവായിരുന്നു. ഒരിക്കൽ സ്വന്തമായി എയർലൈൻ സ്ഥാപിക്കുമെന്നായിരുന്നു പരിഹാസത്തിനുള്ള ഗോയലിന്റെ മറുപടി. ആ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തു. 1992 ജെറ്റ് എയർവേസിന്റെ ആദ്യ വിമാനം പറന്നുയർന്നു. ഗൾഫ് എയർ, കുവൈറ്റ് എയർ എന്നിവയുമായി കൈകോർത്തു. അതോടെ എയർ ഇന്ത്യയുടെ തൊട്ടുപുറകിലായി ജെറ്റ് എയർവേസ് കുതിച്ചു. എന്നാൽ ഓരോ കാര്യത്തിലും ഇടപെടുന്ന അൺപ്രൊഫഷണൽ സമീപനം മാനേജ്മെന്റിൽ പുലർത്തിയ ഗോയൽ തന്നെ ജെറ്റിന്റെ പതനത്തിന് തിരികൊളുത്തി. നരേഷ് ഗോയലിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും പ്രൈവറ്റ് എയർലൈൻ എന്ന നിലയിൽ വ്യോമയാന മേഖലയിൽ ജെറ്റിനു വേണ്ടി നടത്തിയ നീക്കങ്ങളും നരേഷിനെ ഇൻഡസ്ട്രിയിൽ ഒറ്റപ്പെടുത്തി. ആകാശ വിപണിയിൽ ജെറ്റിന്റെ സ്ഥാനം നിലനിർത്താൻ 2007 1450 കോടി രൂപയ്ക്ക് എയർ സഹാറ വാങ്ങി. അതൊരു പിഴച്ച തീരുമാനമായിരുന്നു. ജെറ്റ് എയർവേസിന്റെ സാമ്പത്തിക നില പരുങ്ങലിലായി. ആ സാമ്പത്തിക ബാധ്യത പിന്നീട് ജെറ്റ് എയർവേസിനെ വിട്ടൊഴിഞ്ഞില്ല. ഇതേസമയം രാജ്യത്തെ വ്യോമയാന രംഗത്ത് സ്പൈസും ഇൻഡിഗോയും ശക്തമായ മത്സരവുമായി രംഗത്തു വന്നു. കിങ്ഫിഷറിന്റെ വരവ് മത്സരത്തിന് ആക്കം കൂട്ടി. ജെറ്റ് എയർവേസിന്റെ കടം കൂടി. ഓപ്പറേഷനുകൾ അവതാളത്തിലായി. ഇതിനിടയിൽ ഇത്തിഹാദുമായുള്ള ഡീലും ജെറ്റിനെ രക്ഷിക്കാനായില്ല. ലീഡ് ലെൻഡറായ SBI അടക്കമുള്ള കൺസോർഷ്യത്തിന്റെ നിർദ്ദേശങ്ങൾ ചെവികൊള്ളാൻ നരേഷ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. നിലവിൽ $160 കോടി കടമാണ് ജെറ്റ് എയർവേസിനുള്ളത്. ഗോയലും ഭാര്യയും ബോർഡിൽ നിന്ന് രാജിവെച്ചതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ വഴിയൊരുങ്ങുമെന്നാണ് നിക്ഷേപകരുടെ കണക്കുകൂട്ടൽ.